എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നവ്യ നയനെ കാണാനായിട്ട് വരുവാണ്. കയറി വരുന്നതേ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എലിസബത്തിനും ദാമോട്ടിനും. കാരണം അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നവ്യോ അബിയോ ആരെങ്കിലും വരുവാണെങ്കിൽ അകത്തോട്ട് കയറ്റി വിടണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർ തടയും. എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇതിനു മുമ്പുള്ള ചരിത്രമൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് കയറ്റി വിടരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ നവ്യ പറയും, എൻ്റെ അനിയത്തിയാണ് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നറിയുമ്പോൾ എനിക്ക് അവളെ കാണാൻ തോന്നും. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കാലങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു വന്നോളും. അത് വേറെ ആരും ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അനിയത്തിയെ കാണുമെന്നൊക്കെ പറയുമ്പം അവർ പിന്നെയും എതിർക്കുന്നുണ്ട്. പക്ഷേ നവ്യ പറയുവാണ്, ഞാനിങ്ങോട്ട് അവളെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ടേ പോകുള്ളൂ എന്ന്. അതും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. ഈ സമയം അകത്ത് നയന എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് നവ്യ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നയനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണൊക്കെ മേടിച്ചിങ്ങനെ നോക്കിയിരിക്കുവാണ്. അന്നേരം നവ്യ ചോദിക്കും, എന്താ നിനക്ക് വിശ്വാസമായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് വയ്യാതായെന്നും തളർന്നു വീണു എന്നൊക്കെ കേട്ടു. അന്നേരം എവിടെയോ ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹം എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്. ഇതൊക്കെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒരുപാട് നേരം നിൽക്കുന്നില്ല, പോവുകയാണ് പെട്ടെന്ന് എന്ന് പറയും. അന്നേരം ചേച്ചിക്ക് അങ്ങനെ കൂടപ്പിറപ്പ് സ്നേഹമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ സ്നേഹമൊക്കെ എനിക്കുണ്ട്. എന്നെയാണല്ലോ പലരും പറഞ്ഞ് പറ്റിച്ചത്. എനിക്കിപ്പം എല്ലാവരുടെയും സ്വഭാവം നല്ല രീതിയിൽ അറിയാം, എല്ലാവരുടെയും എന്ന് പറയുവാണ്. എന്നിട്ട് ഇനി ഇവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, നിൻ്റെ ഭർത്താവ് ഇവിടെ കാണരുത് എന്ന്. അതേതായാലും നന്നായി. എനിക്ക് ആ മനുഷ്യനോടാണ് വെറുപ്പ് മൊത്തം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതിന് എൻ്റെ ആദർശേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അന്നേരം നീ നിൻ്റെ ഭർത്താവിനെ അനുകൂലിച്ച് സംസാരിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് നിന്നോടുള്ള ദേഷ്യം എന്ന് പറയുന്നുണ്ട്. അന്നേരവും നയന ഈ സെയിം കാര്യമൊക്കെ തന്നെ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് വരും കേട്ടോ. ആദർശ് വന്നു കഴിയുമ്പോൾ ഈ വണ്ടി കിടക്കുന്ന കാണുമ്പം എലിസബത്തിനോട് ചോദിക്കുന്നത് ആരാ വന്നത് എന്ന്. അപ്പം നവ്യാണ് എന്ന് പറയുമ്പോഴേക്കും ദേഷ്യമാണ്. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാണ്, ഇവരാരെങ്കിലും വരുവാണെങ്കിൽ അകത്തോട്ട് കടത്തി വിടരുത് എന്ന്. അവരൊന്നും നല്ല മനസ്സോടെ ആയിരിക്കുകയല്ല ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പം അതിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ എതിർത്തതാണ്, പക്ഷേ സമ്മതിച്ചില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നവ്യയും നയനങ്ങനെ ഇറങ്ങി വരും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ ഭർത്താവാണോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയും, എൻ്റെ ഭർത്താവൊന്നും അല്ല എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവരറിഞ്ഞാൽ എന്നെ വിടുത്തുമില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ കൂടപ്പിറപ്പിനെ കാണാനാണ്. അവൾക്ക് വയ്യാതിരിക്കുവാണ് എന്നറിഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുമ്പം ആദർശ് ചോദിക്കും, ഈ സ്നേഹമൊക്കെ എന്നോട്ടാണ് തുടങ്ങിയത്? നിനക്ക് നിൻ്റെ 2 അനിയത്തിമാരെയും ഇഷ്ടമല്ലായിരുന്നല്ലോ, സ്വന്തം അച്ഛനെ അമ്മയെ പോലും നിനക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഒരു മാറ്റം എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ തമ്മിലുള്ള ദേഷ്യവും ഒക്കെ കാലങ്ങളെടുക്കുമ്പോൾ അതങ്ങ് കുറഞ്ഞു വരുമെന്ന് പറയുവാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അതിന് കാരണവും കാണും. ഇപ്പം നീ അനന്തപുരിയിലെ മരുമകൾ മാത്രമല്ല, ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫ് കൂടിയാണ്. നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും എന്ന് പറയും. എന്നിട്ട് നയനോട് ചോദിക്കും, ഇവളെന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന്. അന്നേരം കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു എന്ന് പറയുമ്പം അത് നീ കഴിക്കുമെന്നും വേണ്ട, എടുത്ത് കളഞ്ഞേരെ, അല്ലെങ്കിൽ നിനക്കും നിൻ്റെ കുഞ്ഞിനും അത് ആപത്തായിരിക്കും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ വിഷം പുരട്ടിയ ഫ്രൂട്ട്സ് ഒന്നും അല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അത്രയും മനസാക്ഷി ഇല്ലാത്തവളല്ല ഞാൻ എന്ന് പറയുമ്പം നയന പറയാം, ഞാൻ അതിൽ നിന്ന് ഒരു ആപ്പിൾ കഴിച്ചു എന്ന്. എന്നിട്ട് നീ അതെടുത്ത് കഴിച്ചോ, നിനക്ക് എന്നെ വിവരമില്ലേ നയനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അന്നേരം ഇല്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇവളുടെ പ്രസവം വരെ ഇടയ്ക്ക് ഇവളെ വന്ന് കാണും, അതിനുശേഷം കുഞ്ഞിനും ഒരു തവണ കാണും. അത് നിങ്ങൾ എതിർത്താലും ഞാൻ വരും, എന്നെ തല്ലിയാലും ഞാൻ വന്ന് കണ്ടിട്ടേ പോകുള്ളൂ, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ കാണാനാണ് വന്നത്, ആദർശേട്ടനെ അല്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അന്നേരം ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഫ്രൂട്ട്സ് കൊണ്ട് വേസ്റ്റ് ബോക്സിലിട്ടേരെ, അതാരും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണേ. അതിൻ്റെ അകത്ത് വിഷം കാണും, ഇവരുടെയൊക്കെ മനസ്സിൽ വിഷമാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ഭയങ്കര വിഷമത്തോടെയാണ് നവ്യ അവിടുന്ന് പോരുന്നത്. വണ്ടി കയറി പോരുമ്പോഴും മനസ്സിലാകെ സങ്കടമാണ്. ആദർശ നയനയും കുറേ വഴക്ക് പറയുന്നുണ്ട്. അവിടുന്ന് പോരുന്ന നവ്യ വീട്ടിൽ വരുമ്പം 2 മക്കളും അബിയുടെ 2 മക്കളോട് ഇരുന്ന് കളിക്കുന്നതാണ് നവ്യ കാണുന്നത്. നവ്യ കാണുന്നത് പേടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പം നവ്യ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പേടിക്കൊന്നും വേണ്ട, വലിയമ്മ വഴക്കൊന്നും പറയുകയില്ല, ഇത് ഇവിടെയുള്ള ആരോടും പറയരുത്, ഞാൻ മോളോട് സ്നേഹത്തോട് പെരുമാറുന്നതും മുട്ടായി തരുന്നതൊന്നും എന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടായി എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ പണ്ടത്തെ വലിയമ്മയാകും ഞാൻ, ചിലപ്പം വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യും, അതുകൊണ്ട് ആരോടും പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ചന്തമോൾ അവിടുന്ന് പോരുന്നത്. ചന്തമോൾ ഹാളിൽ വന്നിരിക്കുമ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വരും. എന്നിട്ട് ഈ ചോക്ലേറ്റ് മോൾക്ക് ആരാ തന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പറയും. അന്നേരം ദേവേനി, മുത്തശ്ശി ഇത് മേടിച്ച് തന്നിട്ടില്ലല്ലോ ഇതുപോലത്തെ ചോക്ലേറ്റ്, ഇത് ആരാ കൊച്ചിനെ മേടിച്ച് തന്നത്, ഇളയച്ചനാണോ എന്ന് ചോദിക്കുമ്പം അതേ എന്ന് പറയും. അന്നേരം മടി കയറ്റിയിരുത്തി കുറച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചിതായാലും നവ്യ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് വേണുവും അനാമികയും കൂടി അനന്തപുരിയിലേക്ക് വരുന്നതാണ്. അവർ വണ്ടി പുറത്തിട്ടിട്ടാണ് അകത്തോട്ട് കയറി ചെല്ലുന്നത്. അതിന് വേണു കാരണം പറയുന്നത് ചിലപ്പം തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ പുറത്ത് വന്ന് വണ്ടി കയറി പെട്ടെന്ന് പോകാമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ നടന്നു വരുന്നത് അവന്തിയെയും അഭിയും കാണുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്, നമുക്ക് അങ്ങോട്ട് ചെല്ലണ്ട, അല്ലെങ്കിൽ അതുകൂടെ അങ്ങേര് വിളിച്ചു പറയും ചിലപ്പം ദേഷ്യം വരുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ഏതായാലും വന്ന് നിന്നിട്ട് കോളിംഗ് ബെല്ലടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് രണ്ടുപേർക്കും. കോളിംഗ് ബെല്ലടിച്ച് കഴിയുമ്പോൾ ദേവേനെ ഇറങ്ങി വരുന്നു. അന്നേരം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഈ വീടിൻ്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വളരെ അപേക്ഷിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാണ് വേണു. ഞങ്ങൾ കോടതിയിൽ ചെല്ലുമ്പം ഡിവോഴ്സിന് വേണ്ടി സമ്മതിക്കാം, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കണം, ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ദേവേന ഇത് സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നിനക്ക് തരാനുള്ളതൊക്കെ തന്നല്ലേ വിട്ടത് എന്ന് ചോദിക്കും. അന്നേരം രണ്ടുപേരും അപേക്ഷിക്കുന്നുണ്ട്, വേറെ നിവൃത്തിയില്ല ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ്. അന്നേരം മുത്തശ്ശൻ പറയും, വീട്ടിൽ 3 പേരില്ലേ, 3 പേരോട് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം കഴിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അത്യാവശ്യം കാശ് മിച്ചം പിടിക്കാനും പറ്റും, പിന്നെ എന്താടാ എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ മുത്തശ്ശൻ്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ വേണു പിന്നെയും കാല് പിടിക്കാൻ തുടങ്ങും. മുത്തശ്ശൻ്റെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കും. അന്നേരം ദേവേനെ പറയും, അച്ഛാ ചവിട്ട് ഉപദ്രവിക്കുമൊന്നും വേണ്ട, അവരോട് പോകാൻ പറ എന്ന് പറയുമ്പം പോകാൻ പറ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ചിലപ്പം ക്യാമറ വെച്ച് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടും, ഇതുങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അന്നേരം അനാമിക പറയും, ഇല്ല ഞങ്ങൾ ക്യാമറയൊന്നും ആയിട്ടൊന്നും അല്ല വന്നത്, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് എന്ന്. അന്നേരം അനാമികയുടെ കഴുത്തിൽ താലി കിടപ്പുണ്ട്. അപ്പം ദേവേനി ചോദിക്കും, നീ എന്തിനാണ് ഈ താലി കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അതിനൊരർത്ഥമൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം, നിൻ്റെ മനസ്സിൽ അവനില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര വിഷമത്തോടെ അനാമിക പറയുവാണ്, എനിക്കിപ്പം ഈ താലിയോട് ഭയങ്കര സ്നേഹമാണ്, എനിക്കൊരു ഭർത്താവുണ്ട് എന്ന് എല്ലാവരും അറിയണം, അതിനുവേണ്ടി ഞാനിത് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വരും. മുത്തശ്ശി വന്ന കാരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഇതുവരെ ഞാൻ തല്ലിയിട്ടില്ല, പക്ഷെ നീ പറഞ്ഞേനെ നീ തല്ലു കൊണ്ടുകൊണ്ട് ഇവിടുന്ന് പോകണം, നീ ഇവിടെ വന്ന് എന്തൊക്കെയാണ് കാണിച്ചതെന്നും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പൊയ്ക്കണം എന്ന് പറഞ്ഞ് അടിയൊക്കെ കൊടുക്കുന്നു, കുറേ ദേഷ്യപ്പെടുന്നു. അന്നേരം അവർ ഭയങ്കര എളിമയോടുകൂടി സംസാരിക്കും. അപ്പോഴത്തേക്കും അനി ഇറങ്ങി വരും. എന്നിട്ട് അനിയും കുറേ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അനി പറയുവാണ്, നിങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടില്ല, സ്വന്തം കടം വീട്ടാൻ വേണ്ടി മക്കളെ വലിയ വലിയ വീടുകളിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിടുക, എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഡിവോഴ്സിന് പോവുക, അവിടുന്ന് പൈസ ആവശ്യപ്പെടുക, നിങ്ങളുള്ള തന്തമാരുടെ മക്കളായിട്ട് ആരും ജനിക്കരുതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ പറയാനിരുന്ന കാര്യങ്ങളൊക്കെയാണ് അവൻ പറഞ്ഞത്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, അതെ നിങ്ങൾ ഒരുപാട് അങ്ങ് ഷോ കാണിക്കുമൊന്നും വേണ്ട, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് നീണ്ടുപോകും, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഞങ്ങൾ ഡിവോഴ്സിന് സമ്മതിക്കത്തില്ല, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അന്നേരം അവന്തികയും അഭിയും കൂടെ ജനലിൽ കൂടി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അന്നേരം നല്ല തല്ല് കിട്ടിയ രണ്ടെണ്ണം പോകുന്നത്, അതുകൊണ്ട് തന്നെ കോടതിയിൽ അവർ ഡിവോഴ്സിന് സമ്മതിക്കത്തില്ല എന്ന് അഭി പറയുന്നുണ്ട് അവന്തിക്ക്. ഏതായാലും തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയിട്ട് രണ്ടുപേരോട് തീരുമാനിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഉടനെ ഒന്നും ഡിവോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ വിചാരിച്ച പൈസ നമുക്ക് കിട്ടണം എങ്കിലേ സമ്മതിക്കാവുള്ളൂ എന്നാണ്. അവർ പോയി കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനി വിളിച്ച് നവിനോട് പറയും. അപ്പം നവീൻ പറയുന്നുണ്ട്, അവർ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഡിവോഴ്സ് കിട്ടുകയുള്ളൂ, വനിതാ ജഡ്ജാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, ചിലപ്പോൾ അവർ അനാമികയ്ക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിലാകെ വിഷമമാകുന്നുണ്ട് അനിക്ക്. അതുപോലെ ഫോൺ വെച്ച് കഴിയുമ്പം നവീൻ തന്നെ ചിന്തിക്കുക, ഞാൻ സ്വാർത്ഥനാകുന്നുണ്ടോ എന്ന്. എന്നിട്ട് അതിൻ്റെ പരിഹാരവും നവീൻ തന്നെ പറയുന്നു, ഞാൻ അങ്ങനെ സ്വാർത്ഥനാകുന്നൊന്നുമില്ല, അവന് നന്ദുവിനെ ഇഷ്ടമായിട്ട് അവൻ എന്നോട് തുറന്നു പറഞ്ഞില്ല, ഞങ്ങളുടെ ഇടയിൽ നിന്ന് കളിച്ചു, അതുകൊണ്ട് ഇത് സാരമില്ല എന്ന്. പിന്നെയും കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു കുറച്ച് CCTV ദൃശ്യങ്ങളൊക്കെ ആയിട്ട് ആദർശിൻ്റെയും നയനയുടെയും അടുത്തെത്തിയിട്ടുണ്ട്. അന്ന് നാഗേന്ദ്രൻ ഹോട്ടലിൻ്റെ പുറകുവശത്തൂടെ ഇറങ്ങി രക്ഷപ്പെട്ടല്ലോ, ആ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടു കഴിയുമ്പോൾ ആദർശിന് പെട്ടെന്ന് അങ്ങ് മനസ്സിലാകുന്നില്ല, കാരണം നാഗേന്ദ്രൻ മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആദർശ് പറയുന്നുണ്ട്, ഇത് നമുക്ക് സേവ്യറിൻ്റെ കൈ കൊണ്ട് കൊടുക്കാം, അതിൻ്റെ AI ചിത്രം ഇത്രയൊക്കെ വെച്ച് തന്നെ ആ AI ചിത്രം എടുത്തു തരും, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ എന്ന്. ഇതുകൊണ്ട് മുത്തശ്ശനെ കാണിച്ചാൽ മതി. അന്നേരം മുത്തശ്ശൻ കാര്യങ്ങൾക്കൊക്കെ ഓരോ തീരുമാനമാക്കിയേനെ. ഇനി ആദർശ് മുത്തശ്ശനെ കാണിക്കാതെ ഇരിക്കുമോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ ആ കാറിൻ്റെ നമ്പർ അവർ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു, അതൊരു ബൈക്കിൻ്റെ നമ്പറാണ്, കള്ള നമ്പറുമായിട്ടാണ് കാർ ഓടിയത്, അതുകൊണ്ട് ആ രീതിയിൽ നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല എന്നും പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനി വിളിക്കുവാണ് നന്ദുവിനെ. അന്നേരത്തേക്കും ഫോൺ എടുത്ത് നോക്കിയിട്ട്, എനിക്ക് പുറത്ത് പോകണം, ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഇറങ്ങി വന്നിട്ട് അനിയുടെ കോൾ എടുത്തിട്ട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം കോടതിയിലേക്ക് പോവുകയാണ് അനി. അതിനു മുമ്പ് നന്ദുവിനെ ഒന്ന് കാണണം,
വേണം, അതാണ് ആവശ്യം. അന്നേരം നീ അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ വരാമെന്നും പറയുന്നു. ഈ സമയം അകത്ത് ആദർശും നയനയും കൂടെ പറയുന്നുണ്ട്, ഡ്യൂട്ടിക്കിടയിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവൾ ഓടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒന്ന് പുകഴ്ത്തി പറയുന്നൊക്കെ ഉണ്ട്. ഏതായാലും നന്ദു പോയി അനിയെ കാണുന്നു. അന്നേരവും അനി ഈ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കമ്പനിയിലെ ടെൻഷനുണ്ട്, അതുകൂടാതെ അനാമിക ഡിവോഴ്സ് തരികയില്ല എന്ന് പറഞ്ഞതിൻ്റെ ടെൻഷനുണ്ട്. പൈസ കൊടുത്ത് ഡിവോഴ്സ് മേടിക്കേണ്ട എന്ന് മുത്തശ്ശൻ്റെയും അനിയുടെയും ഒക്കെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് നീണ്ടുപോകും. അപ്പം നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ, നിനക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഈ ജന്മം മൊത്തം കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്, അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയും. ഏതായാലും കോടതിയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ പറ എന്ന് പറഞ്ഞൊരു ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട് നന്ദു. അന്നേരം അനി, എനിക്കിപ്പോഴാണ് ഇത്തിരി ഒരു സമാധാനമായത്, ഏതായാലും എൻ്റെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി എൻ്റെ പെണ്ണിന് ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിച്ച് ഒരു ചെറിയ കിസ്സൊക്കെ കൊടുത്തിട്ടാണ് അവർ വേർപിരിയുന്നത്. പിന്നെ ഇവർ കോടതിയിൽ വെച്ച് സംസാരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്, നവീനും അനിയും. അന്നേരം അനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഉടനെ ഒന്നും ഡിവോഴ്സ് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴത്തേക്കും നവീൻ പറയുന്നുണ്ട്, നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ തുറന്നു പറ. പിന്നെ വനിതാ ജഡ്ജ് ആയതുകൊണ്ട് അനാമികയ്ക്ക് ചിലപ്പം ഒരു പ്രാധാന്യം കൊടുത്തേക്കും, അത് സാരമില്ല, നീ പറയാനുള്ളതൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് വേണുവും അനാമികയുടെ വരുന്നത്. അന്നേരം വേണു നവീനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നലെ ഇവരുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു ഇവരുടെ മുത്തശ്ശനെയൊക്കെ. അന്നേരം അവർക്ക് ഭയങ്കര പുച്ഛം, ഞങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതെ ഞങ്ങൾ ഡിവോഴ്സ് തരില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. അന്നേരം വേണു പറയുവാണ്, അതെ വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഒന്ന് പണയം വിൽക്കണമെങ്കിലോ വേണ്ടേ, സ്വർണ്ണത്തിന് ഇപ്പം നല്ല വിലയില്ല, അതുകൊണ്ട് കഴുത്തിൽ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രാധാന്യം ഉണ്ടായിട്ടൊന്നും അല്ലെന്ന് വേണു പറയുന്നുണ്ട്. അന്നേരം നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അനി അങ്ങ് അകത്തോട്ട് കയറി പോകും, ഞാൻ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ്. അന്നേരം വേണു നവീനോട് സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ഞങ്ങൾ ഡിവോഴ്സിന് സമ്മതമല്ലെന്ന് തന്നെ പറയും എന്നൊക്കെ പറയുമ്പം നവീൻ പറയുവാണ്, എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, എൻ്റെ കൂട്ടുകാരനല്ലേ, പിന്നെ ആ കുടുംബമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്, നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നോർത്താണ് ഞാൻ പൈസ കിട്ടിയിട്ട് ഡിവോഴ്സ് ചെയ്താൽ മതി, ഡിവോഴ്സിന് സമ്മതം മൂളിയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ എന്ന് പറയുക. ആ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, ചതിയാണോ എന്ന് ചോദിച്ചാൽ ചതി തന്നെയാണ്. പിന്നെ അകത്തു പോയി അനാമികയും അനിയും കൂടെ ജഡ്ജിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നു. അപ്പം അനി പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും ഇവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. അന്തേക്കും അനാമിക, എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട, ഞാൻ ഇന്നലെയും ഇവരുടെ വീട്ടിൽ പോയായിരുന്നു, എനിക്ക് അനിയേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറയാൻ അവിടെ നിന്ന് എന്നെ അടിച്ചിറക്കി വിട്ടു എന്ന് പറയും. അന്നേരം നിങ്ങൾ എന്താ അങ്ങനെ കാണിച്ചത്, അവരോട് അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണമുണ്ട് എന്ന് പറയുവാണ് അനി. അന്നേരം ജഡ്ജി, കാരണമല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചെയ്തോ എന്നാ ചോദിച്ചത് എന്ന് പറയും. അന്നേരം അനി പറയും, ചെയ്തു, അതിന് കാരണം അവർ ഡിവോഴ്സ് തരണമെങ്കിൽ, ഡിവോഴ്സിന് സമ്മതിക്കണമെങ്കിൽ അവർക്ക് പൈസ വേണമെന്ന് പറഞ്ഞു, അതാണ് എന്ന് പറയും. എൻ്റെ മുത്തശ്ശിയാണ് അവളെ തല്ലിയത് എന്നും പറയുന്നുണ്ട്. പിന്നെയും അനാമിക അവിടെ നിന്ന് ഭയങ്കര കരഞ്ഞ് പറയുവാണ്, എനിക്ക് ഡിവോഴ്സ് വേണ്ട, അനിയേട്ടൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്കത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ്. അതെങ്കിലും ജഡ്ജി അനിയോട് ചോദിക്കും, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഡിവോഴ്സ് എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ജഡ്ജിക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും നമ്മൾ കോടതിയിൽ ബോധിപ്പിച്ചതാണ്, ഇങ്ങനെ ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ച് 3 മാസം കൂടെ നിങ്ങൾക്ക് ആലോചിക്കാൻ തരുവാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറക്കി വിടുന്ന രണ്ടുപേരെയും കൂടെ. അനി പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഇതുങ്ങൾ രണ്ടെണ്ണത്തിനെയും കൂടെ ഇവിടെ കത്തിക്കാനുള്ള ദേഷ്യമാണ് എനിക്ക് എന്ന്. അന്നേരം അനാമിക പറയും, എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പൈസ തരാതെ ഞങ്ങൾ ഡിവോഴ്സിന് സമ്മതിക്കത്തില്ല എന്ന്. അപ്പം പൈസ തരത്തിലിടി, ന്യായ പൈസ തരില്ല എന്ന് അനി പറയുന്നു. അന്നേരം അനാമിക പറയുവാണ്, എങ്കിൽ ഈ കേസ് കുറേ കാലം നീണ്ടുപോകുമെന്ന്. ഇവിടെയാണ് ഇന്നത്തെ കഥ തീരുന്നത്.